ഈ സ്വർണ്ണ കള്ളക്കടത്ത് കസ്റ്റംസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന ഒരു വകുപ്പിൽ നടന്ന ഈ വ്യാജ സർട്ടിഫിക്കറ്റുകാരുടെ ഈ കള്ളക്കടത്ത് പശ്ചാത്തലമുള്ളവരുടെ നിയമനം ആരും അറിയുമായിരുന്നില്ല. അപ്പൊ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ ഇങ്ങനെ എന്തെല്ലാം നിയമനങ്ങൾ വന്നാലും നാളെ ഒരു തീവ്രവാദിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യാജരേഖക്കാർക്കോ ഒക്കെ ഈ വകുപ്പിൽ കയറി പറ്റാമല്ലോ. അദ്ദേഹം ഒന്നും അറിയില്ലല്ലോ. ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചാൽ എന്ത് നടക്കുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ കള്ളക്കടത്ത് പിടിച്ചതുകൊണ്ടാണ് ഈ അന്വേഷണമൊക്കെ വരുന്നത്. അപ്പോൾ എന്റെ സംശയം, അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് തോന്നിയാസവും അദ്ദേഹത്തിന്റെ വകുപ്പിൽ കാണിക്കാമെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് തോന്നിവാസവും കാണിക്കും എന്നാണോ? അങ്ങനെയല്ലല്ലോ അതിനെ വായിക്കേണ്ടത്. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? എന്തെല്ലാം വില കുറഞ്ഞ ആരോപണമാണ് ഒരു ആങ്കറുടെ വായിൽ നിന്ന് വീഴുന്നത്. അത് ശരിയല്ല. ഇവിടെ എന്ത് ചോദ്യമാണ് ചോദിച്ചത്? സ്വർണ്ണക്കടത്ത് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിലെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ വരുന്നത്. ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോഴാണല്ലോ ആ പ്രശ്നത്തിനോട് പ്രതികരിക്കുക. രണ്ട് തരത്തിലുണ്ട്. ഒരു പ്രശ്നം മുൻകൂട്ടി കാണുക. ഒരുപാട് പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ടാകും. ഒരു ഗവൺമെന്റിന്റെ ഭരണ സംവിധാനമാണല്ലോ. ഈ പറയുന്നൊരു പ്രശ്നം ഇപ്പോഴാണ് ഉയർന്നു വന്നത്. ആ വന്ന പ്രശ്നത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് പ്രസക്തമല്ലേ? അതിലൊരു പോസിറ്റീവ് സൈഡ് മനോരമ കാണും. അതൊരു വളരെ പോസിറ്റീവായ ഒരു സർക്കാർ ഒന്നും മറച്ചു വെക്കാതെ കുറ്റവാളികളോട് സീറോ ടോളറൻസ് എന്ന നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുന്നു. അതിനല്ലേ പോസിറ്റീവായി കാണേണ്ടത്. വരുന്ന വീഴ്ചകൾ നിങ്ങൾ പറയുന്നു, വരുന്ന വീഴ്ചകളെ കുറിച്ച് പറയുന്നു. വീഴ്ചകളെക്കാൾ എത്രയോ എണ്ണമുണ്ടാകും നേട്ടങ്ങളുടെ കണക്കുകൾ. ആ നേട്ടങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ നേട്ടങ്ങളെ കുറിച്ച് പറയാതിരിക്കുകയും നേട്ടങ്ങളുടെ ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ മേൽ ആരോപിക്കാതിരിക്കുകയും വീഴ്ചകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്വമാണ്, അത് കഴിവില്ലായ്മയാണ് എന്ന് പറയുകയും ചെയ്യലല്ല. വീഴ്ചകൾ എന്നതുപോലെ തന്നെ അതിലേറെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങളുടെയും ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്, ഈ മന്ത്രിസഭയ്ക്ക് തന്നെയാണ് എന്നുകൂടി പറയണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അപ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചു. സംരക്ഷിക്കുന്നതല്ല സർക്കാർ, ശക്തമായ നടപടി സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു മാതൃക കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പെപ്പോഴെങ്കിലും ഉണ്ടോ? നിങ്ങൾ ശിവശങ്കറിനെ കുറിച്ച് മാത്രമാണ് പറയുന്നതെന്ന്. പിന്നെ എന്തിനാണ് ഈ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്? ശിവശങ്കറിന്റെ കാര്യം ആ ചാപ്റ്റർ തീർന്നല്ലോ, അദ്ദേഹം പുറത്തായല്ലോ. അല്ല, അദ്ദേഹം പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ ശിവശങ്കർ നേരത്തെയൊക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അന്നൊന്നും അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നില്ല എന്നുള്ളതാണ്. അപ്പം അന്നൊന്നും ഉയരാത്തൊരാരോപണം ഇപ്പോൾ ഉയരുമ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ശക്തിപ്പെടുകയാണ്. ശ്രീ ശിവശങ്കറിനെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്ന ഞങ്ങളുടെ ആവശ്യത്തെ അടിവരയിടുന്നൊരു വാദമാണ് പ്രിയപ്പെട്ട റഹീം തന്നെ മുന്നോട്ട് വെച്ചത്. ഇനി മനസാക്ഷിയുടെ കോടതിയും ജനങ്ങളുടെ കോടതിയും പാർട്ടി കോടതിയെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും വല്ലാണ്ട് പോകുന്നില്ല. പക്ഷെ ഒറ്റ വാചകം ഞാൻ വായിക്കാം. ആരോപണ വിധേയർ അധികാരത്തിലിരിക്കുമ്പോൾ അഴിമതി കേസിൽ നീതിപൂർവകമായ അന്വേഷണം സാധ്യമല്ല. അതുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് കോടതികളും ചൂണ്ടിക്കാണിച്ചത്. ആരോപണ വിധേയർ നിരപരാധികളാണെന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ചു പറയുന്നു എന്ന് തുടങ്ങി ആരോപണ വിധേയർ അധികാരത്തിലിരിക്കുമ്പോൾ അന്വേഷണം നിഷ്പക്ഷമാവില്ല എന്ന് പറഞ്ഞത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ സാധാരണ ഒരു ഉദ്യോഗസ്ഥനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി IT വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള സെക്രട്ടറി, മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾക്കെതിരെ ഇത്ര ഗുരുതരമായ ആരോപണം വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ല, ക്രെഡിറ്റ് മാത്രം കൊടുത്താൽ മതി, കുറവുകളൊന്നും മുഖ്യമന്ത്രിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ ആ വാദം എങ്ങനെയാ ജനങ്ങൾ അംഗീകരിക്കുക? ഒന്ന്. രണ്ട്, ഞങ്ങൾ വലിച്ചഴച്ചതാണോ ജലീലിനെ? ഞങ്ങൾ വലിച്ചഴച്ചതാണോ സ്പീക്കറെ? BJP-കാരനായ നേതാവിന്റെ കട ഉദ്ഘാടനം പോയി സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എന്നാണ് CPM-ന്റെ വാദം. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് പോയതാണോ? പ്രതിപക്ഷ നേതാവ് എഴുതി കൊടുത്തതാണോ? അവിടെ പോയിട്ട് ആ BJP-കാരനായിട്ട് നേതാവിന്റെ കട സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ ആരെങ്കിലും എഴുതി കൊടുത്തതാണോ? കോട്ടയം സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. KT ജലീൽ 1000 കിറ്റ് കോൺസൽ ജനറലിൽ നിന്ന് മേടിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പുറത്തുവിട്ട വാട്സപ്പിന്റെ സ്ക്രീൻഷോട്ടിൽ പറയുന്നത്. 1000 കിറ്റ് കൊടുത്ത ഒരു പഞ്ചായത്ത് മെമ്പർ നാട്ടിലിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് CPM-കാർ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്തിനാ UAയുടെ സഹായം?
അതിൽ പ്രോട്ടോകോളിന് ലംഘനം ഉണ്ടായെന്ന് പറയുന്നത് ഞങ്ങളാണോ? അദ്ദേഹം തന്നെ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നു ശ്രീ KT ജലീൽ ചെയ്തത് പ്രോട്ടോകോളിന് നിരക്കാത്തതാണ്. വേറൊരു രാജ്യത്തിന്റെ സഹായം നമ്മൾ അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അതിനുവേണ്ടി ഒരു 100 തവണ വിളിക്കാൻ ശ്രമിക്കരുതായിരുന്നു. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതിന്റെ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. 1000 കിറ്റ് കൊടുക്കാൻ KT ജലീൽ റഹീമിനെ വിളിച്ചു പറഞ്ഞാൽ കൊടുക്കുമല്ലോ, റഹീം കൊണ്ട് കൊടുത്തോളുമല്ലോ 1000 കിറ്റ്. എന്തിനാ UAEയുടെ സഹായം? നിങ്ങൾ മറ്റൊരു രാജ്യത്ത് നിന്നിട്ട് അതിന്റെ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു മന്ത്രി 1, 2, 3, 4 തവണ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണോ KT ജലീലിനോട് അവിടെ 1000 കിറ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പോയി മേടിച്ചോന്ന് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞതാണോ? ഇനി ഇന്നത്തെ ദിവസം നടന്നത് എന്താ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എന്താണ് ഇന്ന് ദൃശ്യങ്ങളിൽ കണ്ടത്? കയ്യിൽ മുഴുവൻ ചോര വാർന്നൊലിച്ചിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അയാളുടെ ജീവഭയമാണോ, മരണഭയമാണോ? എന്താ കാരണം? ദുരൂഹമായിട്ട് നിലനിൽക്കുക. ഇത്രയും വലിയ അന്താരാഷ്ട്ര മാഫിയയുടെ പ്രവർത്തനത്തിന് ഒരാളെ ഡെപ്യൂട്ട് ചെയ്യാൻ അതിനുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കി അതിങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ കയറാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ച് അതിലെ ഉദ്യോഗസ്ഥനെ ഹൈജാക്ക് ചെയ്ത് അതുവഴി CMന്റെ ഓഫീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് ആ വകുപ്പിൽ തന്നെ കയറി അവിടെ നിന്ന് കള്ളക്കച്ചവടം നടത്തി, കള്ളക്കടത്ത് നടത്തി പിടിക്കപ്പെട്ടപ്പോ ആദ്യം പങ്കില്ല എന്ന് പറഞ്ഞു, അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു, നടപടിയെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു, പറഞ്ഞ ആവശ്യപ്പെട്ട നമ്മളോട് ഒച്ചയിട്ടു അത് സിൻഡിക്കേറ്റ് ആണ്, ഞങ്ങൾ പഠിച്ച സ്കൂളല്ല, നിങ്ങൾ പഠിച്ച സ്കൂള് LDF അല്ല, UDF അല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം ചോദിച്ചു, LDFന്റെ കാലത്ത് ഇങ്ങനെ നടന്നു, UDFന്റെ കാലത്ത് ഇങ്ങനെ നടന്നോന്ന്. UDFന്റെ കാലത്ത് എന്നുള്ളതല്ല, ഇന്ത്യയിലെ ഒരു ഗവൺമെന്റിന്റെ കാലത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇടപെട്ടതിന്റെ ഒരു ആരോപണം ഉയർന്നിട്ട് NIA കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം UDFന്റെ കാലത്തുനിന്നല്ല, EMSന്റെ കാലം തൊട്ട് ഉമ്മൻചാണ്ടിയുടെ കാലം വരെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കാലത്തും വന്നിട്ടില്ല റഹീമെ. അത് ഇപ്പോഴേ വന്നിട്ടുള്ളൂ. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും വന്നിട്ടില്ല, അതിപ്പോ കേരളത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ആ സാഹചര്യം ആരും ഞങ്ങൾ ആരും ഉണ്ടാക്കിയതല്ല. ഇത് സ്വയം കൃതാനർത്ഥമാണ്. നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടേതായ ഇടപെടൽ കൊണ്ട്, നിങ്ങളുടെ ഉന്നതരായ ആളുകൾ നടത്തിയ ഇടപെടൽ കൊണ്ട് മാത്രം ഉണ്ടായതാണ്.